പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര സംശയമിന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ. കവാടത്തിൽ വെച്ച് KSU പ്രവർത്തകർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഏതാണ്ട് ഇവിടെ പരു കരിങ്കൊടി ഒന്ന് വീശിയതേ ഓർമ്മയുള്ളൂ. ഓ, കഴുത്തങ്ങോട്ടൊരൊറ്റ ഉളുക്കല്ലേ. അതിൻ്റെ കൂടെതാ കയ്യിലൊരു പരു. കൊല്ലാൻ ശ്രമിച്ചതാ, കൊല്ലാൻ. രക്ഷാപ്രവർത്തന ശ്രമം അല്ല, അത് നവകൊള്ള മോഡല് രക്ഷാപ്രവർത്തന ശ്രമം. ഓ ഇല്ല, ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ തലയ്ക്കടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് കരിങ്കൊടി വീശി. ഒരു സ്ത്രീയല്ലേ ഞാൻ, കൂടുതൽ സംസാരിക്കാം വയ്യ. ICU ബെഡ് എങ്ങനെ കിട്ടിയെന്നോ? ICU ബെഡ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ICUയിൽ കിടക്കുന്നത് അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത രോഗികളാണല്ലോ. അതിലൊരു രോഗിയെ അത്യാവശ്യമായിട്ട് പുറത്തോട്ടിറക്കി കിടത്താൻ പറഞ്ഞിട്ട് ആ ബെഡേ കയറി കിടത്തിയത്. ഒന്ന് പെടലി ഉളുക്കിയാലുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇനി ആജീവനാന്ത റെസ്റ്റ്. അയ്യോ, പെടലി ഉളുക്കുന്നത് പോലുള്ള മഹാരോഗമൊന്നും പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ കാറലും മിത്തപ്പ. എന്നാലും ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന തന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ, ഫോൺ വിളിച്ചിട്ട് വാടാ ഇന്ന് വിളിച്ചപ്പം കരിങ്കൊടിയും കൊണ്ട് എല്ലാവരും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറെ മഹാഭാവികൾ പറയുക അവർ വന്ന് പ്രതിഷേധിക്കുന്നതും പോലീസുകാർ വലയം തീർത്ത് നിൽക്കുന്നതും മാത്രമേ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളൂ. എന്നെ കയ്യേറ്റം ചെയ്യുന്നത്, എൻ്റെ പെടലി കരിങ്കൊടി വീശി ഉളുക്കുന്നത് അതിലൊന്നും വന്നിട്ടില്ലെന്ന്. എടാ മഹാഭാവികളെ, അങ്ങനെന്നുണ്ടെങ്കിലല്ലേ പുറത്തു വരുള്ളൂ. ഞാൻ പഠിക്കുന്ന കാലത്ത് തൊട്ടേ പരിശ്രമിച്ചുകൊണ്ടിരുന്നതാ ഒരു അവാർഡിന്. ഈ ഒരൊറ്റ അഭിനയത്തിലൂടെ എങ്കിലും ഓസ്കാർ വാങ്ങിച്ചെടുക്കണം എനിക്ക്. കയ്യിലുള്ള പരു കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഏതായെങ്കിലും വെച്ചാലാ പരുവും പെടലിയും ഒന്നിച്ച് കിട്ടുന്നത്. കൂടുതൽ സംസാരിക്കരുതെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. അല്ല, ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേസിലെ ഒന്നാം സാക്ഷി കാര്യങ്ങൾ പറയും. മിനിസ്റ്റർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുകയാണ്. മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. ക്യാമറയുടെ കണ്ണി പെട്ടില്ലെങ്കിലും അത് സ്പീക്കറുടെ കണ്ണി കറക്റ്റായിട്ട് പെട്ടിട്ടുണ്ട്. പെടേണ്ട അടുത്ത് തന്നെ ഇതൊക്കെ പെടും. മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഇപ്പൊ മിനിസ്റ്റർ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന കരിങ്കൊടി വീശുന്നതിന്റെ കാറ്റടിച്ചപ്പോ തന്നെ പെടലി ഒരു വശത്തോട്ട് ചരിഞ്ഞു പോകുന്നത് ഷംസീർക്ക കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന പറഞ്ഞാൽ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കണം ഷംസീർക്ക. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? പാഷാണ പ്രയോഗം നടത്തേണ്ട സമയം അതിൻ്റെ ഇടയ്ക്കാ ഭൂഷണം. പിന്നെ മനുഷ്യരെ, കേരളത്തിലെ ആരോഗ്യമേഖല തകർച്ചയിലാണ്, വെന്റിലേറ്ററിലാണ്, ICUയിലാണെന്നൊക്കെ പറയുന്നവർക്ക് മുന്നിലേക്ക് ഒരു കാഴ്ച കൂടി നമ്മൾക്ക് ഇന്നലെ കിട്ടി. ഒരു ആംബുലൻസിന് ഒരു രോഗി നെഞ്ചുവേദനയായിട്ട് കിടന്ന് മരിച്ചു വിളിച്ചാൽ കിട്ടില്ല, സമയത്തത് വരില്ല. ICUയിൽ കൃത്യമായിട്ട് ബെഡ് കാണത്തില്ല. മെഡിക്കൽ കോളേജിൽ ചെന്ന കാര്യങ്ങളൊക്കെ ലേറ്റ് ആകുന്നു. ഇതൊന്നും ഇല്ല. കാര്യങ്ങളൊക്കെ ടക്കേന്നല്ലേ ഇന്നലെ നടന്നത്. അവിടെ പരിക്കേൽക്കുന്നു എന്ന് പറയുന്നു. കഴുത്തൊരു വശത്തോട്ട് താങ്ങിയപ്പോൾ തന്നെ ആംബുലൻസ് അവിടെ റെഡി. ആംബുലൻസ് എന്ന് വാതിക്കയിലോട്ട് നിന്നുടനെ സ്ട്രക്ചർ വന്ന് കയറ്റുകയായിരുന്നു. അതിൽ നിന്ന് നേരെ എടുത്ത് ICUയിലോട്ട്. എല്ലാവിധ സംവിധാനങ്ങളും പെട്ടെന്നൊരുങ്ങി. അവിടെ ചെന്ന് കിടന്ന വാതി, കിടക്കാത്ത വാതി, അത്രയും തിരക്കുള്ള മുഖ്യനും താണ്ട് ഓടിയെത്തി. 5 വർഷം കൊണ്ട് സർക്കാരിൻ്റെ കത്രിക വയറിൻ്റെ ഒരു വശത്തിട്ട് അതിൻ്റെ വേദനയെ സഹിച്ചുകൊണ്ട് നടന്ന ആ പാവപ്പെട്ട സ്ത്രീയെ ചെന്ന് കാണാൻ മുഖ്യദാസന് സമയം കിട്ടിയില്ല. നമ്മുടെ സഹസഖാക്കന്മാർ കൃത്യമായിട്ടുള്ള PR വർക്കുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സകല പിന്തുണയും കൊടുക്കേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു സഖാവ് എന്ന നിലയിൽ ചെയ്യണമല്ലോ. പെടലി ഉളുക്കുക എന്ന് പറഞ്ഞാൽ WHO ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാരക രോഗങ്ങളിൽ ആദ്യം നമ്പർ ഇട്ടിരിക്കുന്ന രോഗമാണ്. പെടലി ഉളുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചികിത്സ ഇതുവരെ ലോകത്തെങ്ങും കണ്ടുപിടിച്ചിട്ടില്ല. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അപൂർവ രോഗമാണ്. അതുപോലെ തന്നെ കയ്യിലെ ഇത്രയും വരും, അതായത് ഒരു ചെറിയ കടുകിനോളം വലിപ്പം വരുന്ന ഒരു കുത്ത് അവിടെ കാണുന്നുണ്ട്, ചുവന്ന കുത്ത്. അതും
അതിഗുരുതരമായിട്ടുള്ള പരിക്കാണ്. നമ്മുടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സമയത്ത്, ഗുരുതരമായിട്ട് പരിക്കേറ്റ് കൊല്ലപ്പെട്ട സമയത്ത് നേരെ മുന്നിൽ വന്ന് നിന്ന് വെളുപ്പാങ്കാലത്ത് പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അറിയാവോ? പരിചയക്കുറവ് കൊണ്ടാണെന്ന്. അപ്പോൾ കരിങ്കൊടിയൊക്കെ വീശുമ്പോൾ ആ കാറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലുള്ള ഏതെങ്കിലും തൂണിലൊക്കെ പിടിച്ച് നിൽക്കണം, അല്ലെ അതിൻ്റെ മറവിലൊക്കെ കയറി നിൽക്കണമെന്ന് അറിഞ്ഞുകൂടായിരുന്നോ മന്ത്രി? ഇത്രയും വർഷത്തെ പ്രവൃത്തി പരിചയം അതിന് പോരാതെ വന്നോ? എന്ത് അടിപൊളി ഒരു സ്ക്രിപ്റ്റാണത്. റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാരുണ്ടാകും എന്ന് മുൻകൂട്ടി അറിയാം. അവരുടെ അടുത്തേക്ക് എന്തിൻ്റെ പ്രതിഷേധം, എന്തിൻ്റെ പ്രതിഷേധം, എന്തിൻ്റെ പ്രതിഷേധം എന്ന് കഴുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ഇപ്പോഴേ എൻ്റെ കഴുത്തുളക്കി. നമുക്ക് പിന്നെ ആംബുലൻസ് AC ഒന്നും കിട്ടത്തില്ലല്ലോ, പോട്ടെ. അങ്ങോട്ട് ചെന്ന് കയറുന്നു. ആ പയ്യന്മാർ KSUക്കാർ കരിങ്കൊടിയും കൊണ്ട് ഓടി വന്നപ്പോഴേ ഒരു ബറ്റാലിയൻ പോലീസ് അവരെ കയറി അങ്ങ് വളഞ്ഞു. ആ പയ്യന്മാരുടെ എത്ര എല്ലൊടിഞ്ഞിട്ടുണ്ടോ അതൊക്കെ തമ്പുരാന് മാത്രം അറിയാം. അതൊന്നും പിന്നെ ഇതിൽ പെടത്തില്ലല്ലോ. VIP-കളുടെ വാർത്തകൾ മാത്രമല്ലേ വാർത്തകൾ. മറ്റുള്ളവരുടെ തലയടിച്ച് പൊട്ടിച്ചാലും ഹെൽമെറ്റ് കൊണ്ട് അടി കൊണ്ട് ചോര ഒലിച്ചാലും അതൊന്നും പരിക്കുകളല്ല. കഴുത്തുളുക്കുന്നതാണ് മെയിൻ പരിക്ക്. എന്നിട്ടും അവിടെ നിന്ന് ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ മന്ത്രിമാർക്ക് നേരെ, അതായത് മുഖ്യമന്ത്രിക്ക് നേരെ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. അവരാരും വണ്ടി എവിടെ നിർത്തി അതിൽ നിന്ന് ഇറങ്ങി തല്ലടാ, എന്നെ കൊല്ലടാ, വാടാ, നമുക്ക് നോക്കാടാ എന്നൊക്കെ പറഞ്ഞ് കഴുത്തിട്ട് ആട്ടി ഉളുക്കുകയല്ല ചെയ്യുന്നത്. അപ്പം നിലവിൽ ആരോഗ്യമേഖല സർവത്ര തകർച്ചയിലാണ്. ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന സമയമാണ്. ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നറിയാം. സഹതാപ തരംഗം എന്നുള്ളത് നമ്മുടെ 27ാമത്തെ അടവായിട്ട് വരും. അവസാനം ഒന്നും കയ്യിലില്ലാതെ വന്നപ്പോൾ അതെടുത്തങ്ങ് പയറ്റി. ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്, സ്ത്രീകളെ സംരക്ഷിക്കാൻ അറിയാൻ വയ്യാത്തവന്മാർ രാഷ്ട്രീയക്കാരാണോ തുടങ്ങി നമുക്ക് കേട്ടാൽ രോമാഞ്ചം വന്ന് നമ്മൾ കയറിച്ചെന്ന് അടിക്കത്തക്ക വിധത്തിലൊരു പ്രസംഗം ഒരുത്തൻ നടത്തിയിട്ടുണ്ട്. കേട്ടായിരുന്നോ? അമ്മയെ പോലെ കരുതേണ്ട ഒരു സ്ത്രീയെ തള്ളിയിട്ട് കഴുത്തൊടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് രാഷ്ട്രീയമല്ല, അത് ചട്ടമ്പിത്തരമാണ് എന്ന് ചട്ടമ്പികൾക്ക് പറയുവാൻ യാതൊരു മടിയുമില്ല, ഒരു ഉളുപ്പുമില്ല. ഒരു സ്ത്രീ മന്ത്രി അവിടെ നിൽക്കട്ടെ, ഒരു സ്ത്രീ ഒരു മന്ത്രി എന്നുള്ള പരിഗണന കൊടുക്കണ്ട. മന്ത്രി എന്നുള്ള പരിഗണന ഒന്നും ആവശ്യമില്ലാത്ത ആളുകളാണല്ലോ. അത് പോട്ടെ, അതിലോട്ട് കടന്നാൽ ഞാനും കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരമ്മയെ പോലെ കരുതേണ്ട സ്ത്രീ, ഒരു സ്ത്രീ ആണല്ലോ. ഇതൊക്കെ ആരാ പറയുന്നതെന്ന് ചിന്തിക്കണം. സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം ചാടി വീഴുന്നത് ഗണേശൻ തന്നെ, ആദ്യം നോവുന്ന ഗണേശൻ തന്നെ. അതിൻ്റെ ട്രിക്ക് എന്താണെന്നറിയാവോ? അത് തന്നെ. കുറച്ച് ചാടുന്ന പോലെ ഒരു സ്ത്രീയുടെ നേരെ ചാടുന്നതൊന്നും തെരുവുനായ്ക്കളെ പോലെ നമ്മൾ പെരുമാറാൻ പാടില്ല. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വെച്ച അലക്കാണല്ലോ. പട്ടി കുരച്ച് ചാടുന്നത് പോലെ, തെരുവുനായെ പോലെ അങ്ങ് കയറി ചാടുന്നതൊക്കെ അവിടെ നിന്ന് അണ്ണം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നാണ് എനിക്ക് അഭിപ്രായം. അത് ചെയ്യരുത്. ഐഡിയ വർക്കൗട്ട് ആയതിന്റെ സന്തോഷം മുഖത്ത് കിടത്ത് തുളുമ്പുന്നല്ലോ. ചിരിയൊന്നും കൺട്രോൾ ചെയ്യാൻ വയ്യ. അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു നടനായിരുന്നിട്ട് പോലും ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് ആദ്യം പറഞ്ഞു വന്നില്ലേ, സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, പെങ്ങളാണ്, ഭാര്യയാണ്, കാമുകിയാണ്, പിന്നെ വല്ലവൻ്റെയും ഭാര്യയാണ് തുടങ്ങിയ ഡയലോഗുകളൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം 2 തുള്ളി കണ്ണുനീര് 2 കൺകോളുകളിലും ഫിറ്റ് ചെയ്യിച്ച് വേണം ബാക്കിയുള്ള ഡയലോഗുമായിട്ട് മുന്നോട്ട് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് അറിയാതൊക്കെ ചിരി കയറി വന്ന ഞങ്ങളെയും കൂടെ ചിരിപ്പിക്കാൻ. അപ്പോൾ മനസ്സിലായില്ലേ, അണ്ണനെ കണ്ടിട്ട് ചിരി സഹിക്കാൻ വയ്യ. ഞങ്ങളോ ഇന്നലെ അത് കണ്ട് ചിരിച്ച് പണ്ട് മോണോ ആക്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തേ അഭിനയ പ്രതിഭാ പട്ടമൊക്കെ നേടിയിട്ടുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ഈ പ്രായത്തിൽ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള പ്രകടനം മന്ത്രി കാഴ്ചവെക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഒരു 1.5 പെർഫോമൻസ് അല്ലായിരുന്നോ? പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും പോകുമ്പോൾ ചിലപ്പോഴൊക്കെ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കുരച്ചുകൊണ്ട് ചാടും. സാഹചര്യം കിട്ടിയ പതുങ്ങിയിരുന്ന് പറ്റുന്ന സ്ത്രീകളുടെ പുറത്തോട്ട് ചാടി വീഴുന്ന നരാധമന്മാരും ഉണ്ട്. തെരുവ് നായ്ക്കളെ പോലെ തന്നെ ഒരു മര്യാദയും കാണിക്കത്തില്ല. തിരിച്ചും ചിലപ്പോൾ കിട്ടാറുണ്ട് പിച്ചും മാന്തും ഒക്കെ. അതിൻ്റെയൊക്കെ തെളിവുകൾ ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ കാര്യം തന്നെ ഞങ്ങളെ കൊണ്ട് നാടിക്ക് 40 വട്ടം പറയിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഗണേഷ് കുമാരാ? ഈ KSU പ്രവർത്തകരെ വിളിക്കാതെ പട്ടി 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 തെരുവുനായ 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 എന്ന് വിളിക്കുന്ന വിളിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ ക്യാമറ എല്ലാം നമ്മളിലേക്ക് വരും എന്നറിയാം. അറിഞ്ഞ ഉടനെ അണ്ണം പൗഡർ ഇട്ട് വിയർക്കാതിരിക്കാനുള്ള ആ ഫാനും എടുത്ത് കൈ പിടിപ്പിച്ച്, പിന്നെ മറ്റേ ആൻഡ്രോയിഡ് ഓടുന്ന ഐഫോൺ ഉണ്ടല്ലോ, പ്രത്യേകതരം ഫോൺ, അതൊക്കെ കൈ ഫിറ്റ് ചെയ്ത് ഇറങ്ങി. ഈ ചെറിയ ഞാനും ഒക്കെ ഒരു പ്രശ്നമില്ല. എന്താ നടക്കുന്നത് പോലും അറിയത്തില്ല.
നമ്മളിത് എത്ര കിട്ടിയേക്കുന്നത് അല്ലേ? അടി ഇടി, മരത്തിൽ കെട്ടിയിടല്, അധിക്ഷേപം, പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന്, ഇതൊക്കെ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നു. നമുക്കിതൊന്നും പ്രശ്നമില്ല. പക്ഷെ വീണ ജോർജ് അങ്ങനല്ലല്ലോ. ആകെ ഓട്ടക്കപ്പൽ തള്ളാനുള്ള കഴിവുള്ള ഒരേ ഒരു വനിതാ മന്ത്രിയാണ് നമ്മുടെ മന്ത്രിസഭയിൽ. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ചുകൂടെ കരുണയാകാം. പക്ഷെ അത് ഒരു മര്യാദയല്ല എന്ന് ഞാൻ പറയുകയാണ്. എന്താണെങ്കിലും ഈ സംഭവത്തോടു കൂടി കുറെ മര്യാദരാമന്മാരിൽ നിന്നും മര്യാദയുടെ ഭാഷ നമുക്ക് കേൾക്കാൻ സാധിച്ചു കേട്ടോ. മര്യാദ മര്യാദ മര്യാദ. മാ രാ തുടങ്ങിയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ചില തമിഴ് പദങ്ങൾ വായിൽ കിടന്ന് വിളയാടുന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിനെ വെറുതെ മലിനമാക്കണ്ടല്ലോ എന്ന് കരുതി അത് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഇത്രയും സ്പീഡിലൊക്കെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഇവിടെ വളരെ സജ്ജമായിട്ട് നിൽക്കും. ഒരു അടിയന്തര സ്വഭാവം ഉണ്ടായാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമെന്ന ഒരു സംഭവം നമുക്ക് ബോധ്യപ്പെട്ടു. വരേണ്ടവർക്ക് വരുമ്പോൾ, ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ആവശ്യം പോലെ വഴങ്ങിക്കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം അത്ര മോശമല്ല എന്ന് സാരം. അപ്പോൾ വീണമന്ത്രിയോട് പറയാനുള്ളത്, ഇലക്ഷൻ പ്രമാണിച്ച് കൂടുതൽ പ്രചാരണത്തിനൊന്നും ഇറങ്ങണ്ട. അപൂർവ രോഗമല്ലേ, ആജീവനാന്ത റെസ്റ്റ് എടുത്തോ.